ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വിന്റർ സീസണിൽ എൻ്റെ ലൈഫ് എന്താ വെച്ചാൽ എനിക്ക് ലൈഫ് ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഹെൽപ്പ് ആയി കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അങ്ങനെ എനിക്ക് ഹെൽപ്പായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ വിന്റർ ടൈം ആയപ്പോൾ എൻ്റെ കാലിങ്ങനെ ചെറിയ രീതിയിൽ വിണ്ട് കീറാൻ തുടങ്ങി. എനിക്ക് മുന്നേ ചെറുതായിട്ടുണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ കാര്യമാക്കിയിട്ടില്ല. പക്ഷെ എക്സ്ട്രീം വിന്റർ തണുപ്പ് കൂടിയപ്പോൾ എനിക്കത് പിന്നെ ഹാർഡ് ആവാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ യൂട്യൂബൊക്കെ റെഫർ ചെയ്തു. അതിന് തൊട്ട് മുന്നേ ഞാൻ എന്ത് ചെയ്തു, വാസലിനൊക്കെ ഇട്ട് കേട്ടോ. വാസലിൻ ഇട്ടിട്ടൊന്നും ഒരു രക്ഷയില്ല, പിന്നെ അത് ഒരു മാറ്റം ഇല്ല. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ റെഫർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ കൊച്ചാറൈ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡ്രൈനസ് ആൻഡ് ഹൈപ്പർ കെരാറ്റോട്ടിക് സ്കിൻ ആൻഡ് ഓൾ ടൈപ്പ് ഓഫ് ഇക്തിയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ടു അഫക്റ്റഡ് സ്കിൻ 2 or 3 times ഡെയിലി ഓർ ആസ് ഡയറക്റ്റഡ് ബൈ ദ ഫിസിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഡ്രൈനെസ് എക്സ്ട്രീമായിട്ട് ഹാർഡായിട്ട് എവിടെയാണോ നമ്മുടെ സ്കിൻ ഇരിക്കുന്നത് അവിടെ ഇത് അപ്ലൈ ചെയ്യണം എന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ ഡ്രൈ സ്കിൻ എന്ന് ഇവിടെ എഴുതിയിട്ടുമുണ്ട്, ഫോർ ഡ്രൈ സ്കിൻ എന്ന് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഞാനിത് യൂസ് ചെയ്തിട്ട് ഏകദേശം 1 month-ഓളം ആകാറേ ആയിട്ടുള്ളൂ. 1 month ആയിട്ടില്ല. എനിക്കിത് യൂസ് ചെയ്ത് 1 week ആയപ്പോൾ തന്നെ ചെറിയ രീതിയിൽ റിസൾട്ട് വന്നു. ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ഞാനിത് ആദ്യം ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാ സ്ഥലത്തു നിന്നും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് അങ്ങനെ ഈ പ്രോഡക്റ്റ് വാങ്ങി. ഈ പ്രോഡക്റ്റ് വാങ്ങിയതിന് ശേഷം എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാനിത് കൊണ്ടുവന്നു വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കുഞ്ഞ് സ്റ്റോണില്ലേ, കാലൊക്കെ തേച്ച് കഴുകുന്ന ആ ഒരു സ്റ്റോൺ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം വന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് തുടച്ചതിന് ശേഷം ഈ ഒരു ക്രീം ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. പിന്നെ നമ്മളെ കാര്യം നോക്കി പോകുമല്ലോ. ഇങ്ങനെ ഞാൻ രാവിലെയും ഇടുമായിരുന്നു, വൈകുന്നേരം ഇടുമായിരുന്നു. പ്ലസ് നമ്മൾ ചെരുപ്പും കൂടി ഇടുക. ഈ വിണ്ട് കീറലിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പിടാണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അഴുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രയൊക്കെ കഴുകിയെന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ പെഡിക്യൂർ പോലെ വീട്ടിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മാത്രമേ ഇത് ഇളകി വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെരുപ്പ് ഇട്ട് മാത്രമേ നടക്കാവുള്ളൂ. ഈ വിണ്ട് കീറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഒന്ന് കാലൊന്ന് വൃത്തിയായിട്ട് ഡെഡ് സ്കിന്ന് കളയും. ഞാൻ എപ്പോഴും എൻ്റെ പെഡിക്യൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പാർലറിൽ പോയാലും എനിക്ക് അങ്ങനെ അവിടെ ഡെഡ് സ്കിന്നൊന്നും ഉണ്ടാവില്ല. കാര്യം ഞാൻ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഡെഡ് സ്കിന്ന് വരില്ല. പക്ഷെ ഇതുപോലുള്ള ഈ ഡ്രൈനെസ് കാരണം ഇങ്ങനെ ഒരു 1-2 വര കാണും. പിന്നെ ഞാൻ കാണാത്ത കുഞ്ഞു വര. ഇത് എനിക്ക് എപ്പോഴാണ് വിസിബിൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെരുപ്പിടാതെയൊക്കെ നടക്കുമ്പോൾ ചെറിയ രീതിയിൽ അവിടെ അഴുക്കാകുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പൊ എനിക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടല്ലോ, അതിലൊരു ഉൾപ്പെടുന്നതായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പൊക്കെ ഇടുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ കെയർ ചെയ്യുന്നുണ്ടോന്നൊട്ട് ചോദിച്ചാൽ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്ക് അത്രയും അത്യാവശ്യം ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ക്രീം ഞാൻ നോക്കിയതും ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ മുമ്പേ ഹോം റെമഡീസോ നമ്മൾ പറയുക ഹോം റെമഡീസ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുറച്ചൊരു 2 weeks ഒരിക്കലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പെഡിക്യൂർ ചെയ്യുമായിരുന്നു. എന്നൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, പിന്നെ കുറച്ച് ഷാംപൂ ഇട്ടിട്ട് ഞാൻ കാലിങ്ങനെ കുറേ നേരം മുക്കി വെച്ചിട്ട് ഇതുപോലെ ഈ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് റബ്ബ് ചെയ്ത് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ട് അങ്ങനെയും വയ്ക്കുന്നുണ്ട്. കൂടുതൽ ഞാൻ അങ്ങനത്തെ ചെയ്യുന്നതിന് പകരം ഞാൻ പെഡിക്യൂർ ഞാൻ അല്ലാണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ കാല് ഞാൻ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് ആ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് മാത്രമേ ആ ഒരു ക്ലീൻ ആയിട്ടിരിക്കുള്ളൂ. പിന്നും ഈ പറയുന്ന പോലെ എനിക്ക് ആ ഒരു വിണ്ട് കീറൽ എനിക്കൊരു പ്രോബ്ലം ആയിട്ട് വന്നു. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്ഥലം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എനിക്ക്. പിന്നെ ഈ പറയുന്ന പോലെ ആ ഒരു വിണ്ട് കീറൽ നേരെ വണ്ണം കാണാനില്ല. ഞാനിപ്പോ
കെയർ ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഫുൾ ടൈം ചെരുപ്പിടുള്ളൂ, വീടിനകത്തായാലും പുറത്തായാലും ഒക്കെ ഞാൻ ചെരുപ്പിട്ടിട്ട് മാത്രമേ നടക്കാറുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ റിസൾട്ട് എനിക്ക് കാണാറുണ്ട്. ഇതെനിക്ക് ശരിക്കും വർക്കായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറയട്ടെ, എന്റെ വിണ്ട് കീറൽ എന്ന് വെച്ചാൽ ഒരു വലിയ ഒരു വിണ്ട് കീറലല്ല. അതും കൂടി ഞാൻ ആദ്യം പറഞ്ഞിരിക്കാം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു വിണ്ട് കീറലല്ല, ഈ കാണിച്ചിരിക്കും പോലത്തെ ഒരു വിണ്ട് കീറലായിരുന്നു എൻ്റെത്. ശരിക്കും ഞാൻ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയില്ല, എന്നെങ്കിൽ ഞാൻ എടുത്ത് വച്ചേനെ. ഇപ്പം ആലോചിക്കുന്നുണ്ട് എടുത്ത് വച്ചാൽ കൊള്ളാമായിരുന്നു എന്ന്. പക്ഷെ എനിക്കിത് പതുക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട്. ഞാൻ ഒരു ദിവസം 2 നേരം എന്തായാലും ഇടും. പോയിട്ടെ ഒരു ദിവസം 1 നേരമെങ്കിലും ഞാൻ ഇടും. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതൽ ഇടുന്നത്. അപ്പോഴാണ് സ്കിന്നൊന്ന് സോഫ്റ്റൻ ആവുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ആ സ്റ്റോൺ വെച്ച് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കളയരുത്. എനിക്ക് ഡെയിലി എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇടുമ്പോഴും എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇത് ഇടുമ്പോഴും നമ്മുടെ സ്കിൻ അത് സോഫ്റ്റൻ ആവുകയല്ലേ. അപ്പൊ നമ്മൾ ഇത് സ്റ്റോൺ വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു സ്കിന്ന് ഒരുപാട് പീൽ ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 1.5 ആഴ്ചയിൽ ഒരു ദിവസമോ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കിന്നി പറയുന്ന പോലെ പീൽ ചെയ്ത് അവിടുത്തെ തൊലി പിന്നെ അങ്ങ് പോകും, പിന്നെ അത് മുറിവാവും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഡെയിലി സ്ക്രബ് ചെയ്യാതിരിക്കുക. ഇത് യൂസ് ചെയ്ത് ഞാനൊരു 3 ദിവസത്തേക്ക് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഹോം റെമഡി ഒന്നും വർക്കൗട്ട് ആവാത്തവർക്ക് ഇതൊരു നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഒരുപാട് പൈസ ഒന്നുമില്ല. നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുക. ഈ ഒരു പേര് പറഞ്ഞ് വാങ്ങിയാൽ മതി കേട്ടോ. 140 രൂപയൊക്കെ ഉള്ളൂ. ഇത് തന്നെയാണ് ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ലിങ്ക് വേണം എന്നുള്ളവരെ എൻ്റെ അടുത്ത് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് ഞാൻ ലിങ്ക് തരാം. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പറയാം കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെത് ഭയങ്കരമായിട്ട് ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിണ്ട് കീറലല്ല എൻ്റെതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര വിണ്ട് കീറൽ വരുന്നവർക്ക് എങ്ങനെ യൂസ് ആകും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഫോർ ബിഗിനർ ഇത് നന്നായിട്ട് യൂസ് ആവും. അവർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊരു പിന്നെ നിങ്ങൾക്ക് ഇത് വരില്ല. പിന്നെ ഇതിന്റെ സ്മെല്ലും ഇതിന്റെ ടെക്സ്ചറും ഞാൻ പറഞ്ഞുതരാം. സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ആയുർവേദത്തിന്റെ ഒരു സ്മെല്ലാണ്. ആയുർവേദ ഷോപ്പിലൊക്കെ കയറുന്ന പോലത്തെ സ്മെല്ലാണ്. ടെക്സ്ചർ ഇതുപോലത്തെ ഒരു വൈറ്റ് ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്കിന്നിലിടുമ്പോൾ ഇത് വേഗം അബ്സോർബ് ആയി ഇങ്ങനെ പൊക്കോളും. വേറെ ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു ടെക്സ്ചറാണ്. മണമാണ്, അടിപൊളി മണമാണ്. പിന്നെ ഇത് ചിലവർ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവരുണ്ട്. പിന്നെ അണ്ടർ ആംസ് യൂസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം കേട്ടോ. കാലിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ മീ എനിക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫേസ് ബാക്കിയുള്ള നമ്മളെ ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുന്ന കാര്യം ഒന്ന് നോക്ക്. ചിലർ പറയും ഈ ഡാർക്കൻ ഏരിയാസ് മീൻസ് ഈ അണ്ടർ ആംസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ വൈറ്റനിങ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഡോക്ടറിനെ കാണുക. കാര്യം അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ സംഭവിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എനിക്ക് 100% വർക്കായതാണ്. ഞാൻ ഇത് വാങ്ങിയ സമയത്തെ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരും എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.